മോർണിംഗ്. വെൽക്കം ടു മൈ വാം ആൻഡ് കോസി സൺഡേ മോർണിംഗ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞായറാഴ്ച ആയിരിക്കും കേട്ടോ. എല്ലാ ഓട്ടപ്പാച്ചിലുകളും കൂടെ നിർത്തിവെച്ച് ഒരു 2x സ്പീഡ് ബാക്കിലേക്ക് എടുക്കും കേട്ടോ. ലൈഫിൽ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ആഴ്ചയിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഇങ്ങനൊരു ഡേ ആയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാളത്തെ പ്രാക്ടീസിനൊക്കെ ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ഒരു സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് വേണ്ടി മാത്രമുള്ളൊരു ദിവസമാണ് എല്ലാ വീക്സിലും സൺഡേ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസവും ഞായറാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. ഒരു ഓട്ടപ്പാച്ചിലും ഇല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേറ്റ് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസം. പണ്ടൊക്കെ ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഒന്നും നമ്മൾ കേൾക്കാറുമില്ല, കാണാറുമില്ല. എല്ലാ ദിവസവും ഒരുപോലെ ആയിരുന്നു കേട്ടോ. കാരണം എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകണം, എല്ലാ ദിവസവും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ടെൻഷനും പ്രഷറും ഒക്കെ ഉള്ളൊരു സമയം. അങ്ങനെ 3-4 വർഷത്തെ ഓട്ടപ്പാച്ചിലിന് ശേഷം ഫൈനലി ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടിയും കുറച്ച് ടൈമൊക്കെ എടുക്കും, നമ്മുടെ സന്തോഷവും സമാധാനവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കി അവിടെ ചവിട്ടി തുടങ്ങിയതാണ് ഇപ്പോൾ ജീവിതം മൊത്തത്തിലൊരു സ്ലോ പേസിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാരണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഒരു ആഴ്ചയിലെ ഞായറാഴ്ച എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ളൊരു ദിവസമാണ് കേട്ടോ. അതിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. ചിലപ്പോൾ കുക്കിംഗ് ഉണ്ടാവും, ക്ലീനിങ് ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും മൂവി ടൈം ഉണ്ടാവും. പക്ഷേ ഇതൊന്നുമില്ലാത്തെങ്കിലും നമ്മൾ വെറുതെ ഒരു ചായയൊക്കെ കുടിച്ച് നല്ലൊരു മഴയൊക്കെ കണ്ട് ബുക്കൊക്കെ വായിച്ച് അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കുറേ സമയം സംസാരിച്ച് നമ്മുടേതായ ഒരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി തുടങ്ങിയത് തന്നെ ആ ഓട്ടപ്പാച്ചിൽ അവസാനം ഒരു ഗതികെട്ട സമയത്ത് വന്ന് നിന്ന് മെൻ്റലി ഭയങ്കര ഡൗൺ ആയി പോയപ്പോഴാണ്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയൊരു റീബർത്താണ് ഇപ്പോഴത്തെ എൻ്റെ കാര്യങ്ങളും ചിട്ടകളും ശീലങ്ങളും എല്ലാം. പണ്ടൊക്കെ ഈ മുതിർന്നവരെ കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചിരുന്നത്, ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒന്ന് വലുതായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ ഈ വലുതായി കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും നല്ല സമയം കുട്ടിക്കാലമാണെന്ന് തന്നെ മനസ്സിലായി തുടങ്ങിയത്. ഇപ്പം ജീവിതത്തിലെ ഓരോ സമയവും ആ ഒരു ടൈം ഞാൻ മിസ് ചെയ്യാറുണ്ട് കേട്ടോ. ചില റീൽസ് കാണുമ്പോൾ, ചില വീഡിയോസ് കാണുമ്പോൾ, ചില ആനിമേഷൻ സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നതെന്ന് ഒരു പക്ഷേ 90s കിഡ്സിനൊക്കെ നമുക്ക് നല്ല പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കഥ പറഞ്ഞങ്ങോട്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ സൺഡേ മെയിൻലി ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ഒരു ബ്രഞ്ച് ഉണ്ടാക്കണമെന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പ്രിപ്പറേഷൻസും അരപ്പ് വരെ അരച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി രാവിലെ അങ്ങോട്ട് പെട്ടെന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇനി അങ്ങോട്ട് മേജർ കുക്കിംഗ് ആയിട്ടൊന്നുമില്ല, നമ്മളൊരു ഈസി ഡിന്നറൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് മെയിൻ കാരണം നമ്മളിന്ന് 2 സിനിമ ഒരുമിച്ച് കാണാൻ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. ഏകദേശം 2-3 മാസമായി ഞാനും അബിയും ഒരുമിച്ചൊരു തിയേറ്ററിൽ പോയി ഫിലിമൊക്കെ കണ്ടിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്ത് ഇത് വലിയ സംഭവമാണ്. കാരണം ഈ പ്രേമിച്ചുകൊണ്ട് നടന്നിരുന്ന കാലത്തൊക്കെ ഉണ്ടല്ലോ, ഏത് സിനിമ ഇറങ്ങിയാലും അത് പൊട്ടപ്പടമാണെങ്കിൽ പോലും നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. ഏകദേശം കഴിഞ്ഞ വർഷം വരെ ഈ ഒരു റുട്ടീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായി പാളിപ്പോയിട്ടുണ്ടെങ്കിലും മിക്ക സിനിമകളും നമ്മൾ തിയേറ്ററിൽ പോയി കാണും. കാരണം പുള്ളി ഈ സിനിമയുടെ ഒരു ബിഗ് ഫാനാണ്. അപ്പം ഞാനും കൂടെ ചാടി ഓടി പോകാറുണ്ട്. പിന്നെ പുള്ളിക്ക് ഇപ്പോൾ പോയി ഞാനില്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക്. പക്ഷെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോയി സിനിമ കാണാനും ഒക്കെ പഠിച്ചു കേട്ടോ. ജീവിതത്തിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുന്നത് വളരെ സ്വാഭാവികമാണല്ലോ. ഇന്നത്തെ ഡേ നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ മുൻപേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണെങ്കിലും അതിനൊരു മുതൽക്കൂട്ടായിട്ട് നല്ല അടിപൊളി മഴ പുറത്ത് പെയ്യുന്നുണ്ട്. എനിക്ക് ആ സൗണ്ട് നല്ല പോലെ കേൾക്കാം. എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മഴയുടെ സൗണ്ട് കേട്ടുകൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് നമ്മൾ സ്പെഷ്യൽ നാടൻ കേരള ഫുഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ഒട്ടുമിക്ക സമയത്തും നമ്മുടെ കുട്ടിക്കാലത്ത് എന്നും ഉണ്ടായിരുന്നൊരു ഫുഡായിരുന്നല്ലോ ഈ മീൻകറി. ഈ കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്തേക്ക് മീൻകറി ഇല്ലാത്തൊരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ അതേ റുട്ടീനാണ് ഞാൻ ഇന്ന് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കി മീനൊക്കെ പൊരിച്ച് നല്ല പോലെ ഒരു തനി നാടൻ കേരള ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അബി കംപ്ലീറ്റ്ലി ഒരു ഡയറ്റ് മോഡിൽ തന്നെയാണ്. ഈ പറഞ്ഞത് ഉണ്ടാക്കുന്നതെല്ലാം എനിക്ക് മാത്രമാണ്. പണ്ട് ഞാൻ അബി എന്തെങ്കിലും കഴിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ടൈമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതിനൊന്നും മുതിരാൻ നിൽക്കാറില്ല കേട്ടോ. എനിക്ക് വേണ്ടി മാത്രം എന്തിനാ എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സമയമൊക്കെ കഴിഞ്ഞ് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ലൈഫിൽ വന്നതിന് ശേഷം നമുക്കും ഒരുപാട് പ്രയോറിറ്റീസ് കൊടുക്കേണ്ട ടൈമുണ്ട്. നമുക്കും ചില സമയത്ത് നമ്മളെ മാത്രം പ്രിഫർ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഞാൻ പഠിച്ചു കേട്ടോ. ഇപ്പം എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ അത് ഭക്ഷണമാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാനാണെങ്കിൽ കൂടെ ഒറ്റയ്ക്ക് ചെയ്യാനും
ഒറ്റയ്ക്ക് പഠിക്കാനും നമുക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പോലും എഫേർട്ട് ഇടണമെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. കഥ പറഞ്ഞും വീഡിയോ എടുത്തുമൊക്കെ ഏകദേശം 1 മണി കഴിഞ്ഞിട്ടോ ഞാൻ കുക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഇനി നമുക്ക് നല്ലൊരു സിനിമയൊക്കെ വെച്ച് ഫുഡ് അങ്ങോട്ട് കഴിക്കാം. അഭി വരുമ്പോൾ ഏകദേശം 2:30 കഴിയട്ടോ. പുള്ളി അങ്ങനെ കാര്യമായിട്ട് ഇതൊന്നും കഴിക്കാൻ പോകണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കുറച്ച് കടലയും മുട്ടയും ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ മോളിവുഡ് ടൈംസ് ആണ് കേട്ടോ. ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് കണ്ടൊരു മൂവിയായിരുന്നു കേട്ടോ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. കംപ്ലീറ്റ് ആയിട്ട് ആ മൂവി ഞാൻ കണ്ടു തീർത്തിട്ടാണ് പിന്നീട് നിർത്തിയത്. അങ്ങനെ എൻ്റെ ഫുഡിങ്ങും അബിയുടെ ഫുഡിങ്ങും ഒക്കെ കഴിഞ്ഞ് കുറേ സമയം കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ഏകദേശം 4-5 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 6:45 തിയേറ്ററിൽ എത്തേണ്ട ആവശ്യമുണ്ട്. ഒരു അരമണിക്കൂർ ഡ്രൈവ് നമുക്ക് ഇവിടെ നിന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഞാൻ ഡിന്നറൊക്കെ റെഡിയാക്കി ഫുഡും കഴിച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോകാനായിട്ട്. ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് കുറേ നാളായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക സമയത്തും ഏർലി ഡിന്നർ കഴിക്കാനും ഡിന്നർ പ്രത്യേകം കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. സാറ്റർഡേ സൺഡേസിലാണ് പിന്നെയും ഇവിടെ ചോറും മീൻകറിയൊക്കെ എത്താറുള്ളത്. ഈ വർഷം ഫെബ്രുവരിയിലാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു ഓവൻ വാങ്ങിക്കുന്നത്. ഈ ഓവനും ഞാനും തമ്മിൽ കാര്യമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിതിൻ്റെ കലാപരിപാടികളൊക്കെ പഠിച്ചെടുത്ത് വരാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കിട്ടിയ ഒരു കമ്പും കൊള്ളിയൊക്കെ ഉണ്ടല്ലോ, ഞാനത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും കുറച്ച് ബേബി പൊട്ടോറ്റോസും ബെൽ പെപ്പറും ഒക്കെ എടുത്തിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതുപോലത്തെ ഒരു ചില്ലി ഓയിലിൻ്റെ മിക്സറും മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഞങ്ങളുടെ തീരുന്ന പരിപാടികളായിക്കൊണ്ട് സംഭവം വളരെ എളുപ്പമായിരുന്നു. ഞാൻ ഇതിനൊരു കംപ്ലീറ്റ് റെസിപ്പിയൊക്കെ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ സാധനം ഇങ്ങനെ കുത്തി കയറ്റുന്നതുണ്ടല്ലോ, വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഗ്രില്ല് ചെയ്യാൻ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്കിപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. പല വീഡിയോസിലും നമ്മൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഔട്ട്ഡോർ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഇതുപോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഇവിടെയും നമുക്ക് ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും നമുക്കൊരു ഗ്രില്ലിംഗ് ഒന്നും നമ്മുടെ ഒരു സാഹചര്യത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാനും കുക്ക് ചെയ്യാനും എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ബെൽ പെപ്പറും പിന്നെ അതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുത്ത ബേബി പൊട്ടാറ്റോസും ഗ്രില്ല് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഓയിൽ ഇതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ കുത്തി വെച്ചിരിക്കുന്ന സാധനം എങ്ങനെ ഓവൻ്റെ അകത്തേക്ക് കയറ്റി റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ ഐഡിയ ഇതുവരെ ഇല്ല. ഇനി നമുക്കതിങ്ങോട്ട് കുത്തി നോക്കി പഠിച്ചെടുക്കണം. ആ സമയം കൊണ്ട് തന്നെ ഞാനൊരു ഡിപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഡിപ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ കോമൻസിൽ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കാണാം കേട്ടോ. എനിക്കിതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാധനം ഈ ചിക്കനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് മെൽറ്റായി വരില്ലേ, അതുപോലെ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗ്രില്ല് ചെയ്തതിൻ്റെ പാത്രം കൂടെ താഴെ വെച്ചത്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്തുള്ളൊരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ട് കവർ ചെയ്തോളും. പക്ഷെ അത് അഴുക്കാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഈ ഒരു സാധനം ഞാൻ വെച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ചിക്കനും കൂടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും അടിപൊളിയായിട്ട് സാധനം നമ്മുടെ കയ്യിൽ കിട്ടി
കിട്ടി കേട്ടോ. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമില്ലേ, നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത റെസിപ്പിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ കഥ പറഞ്ഞ് ഗ്രില്ലിങ്ങും കഴിഞ്ഞു. അപ്പോഴേക്കും അഭി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി ഒരുമിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിക്കാം. നല്ല മഴയാണേ പുറത്ത്, ഒരുവിധം ഒന്ന് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ബൈക്കിലാണ് കേട്ടോ നമ്മൾ പോകാൻ പോണത്. ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ഫിലിം തിയേറ്ററിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബൈക്കിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു തിയേറ്റർ സെലക്ട് ചെയ്യാൻ മെയിൻ കാര്യം ഈ ഒരു വഴിയാണ് കേട്ടോ. എന്ത് പീസ്ഫുൾ ആയിട്ടുള്ള, അപ്പുറവും ഇപ്പുറവും നല്ല മരവും തെങ്ങും പച്ചപ്പും ഒക്കെ കണ്ടുപോകാൻ പറ്റിയ ഒരു റോഡാണല്ലോ ഇത്. ഇപ്പോൾ കൂടുതലും നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 13 കിലോമീറ്റർ ഏകദേശം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ട്രാഫിക്കും ബ്ലോക്കും ഒന്നുമില്ലാത്ത വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു റൈഡാണ്. തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ മാത്രം ചെറിയതായിട്ടൊരു ടെൻഷനുണ്ട്. കാരണം നമ്മൾ ഈ വഴികളൊക്കെ പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അബിയും ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇതുവഴി പോകുന്നത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ റൈഡിന് വേണ്ടിയിട്ട് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അങ്ങേ അറ്റം വരെ ഇതുവരെ എത്തിയിട്ടില്ല. പഴയൊരു തിയേറ്റർ വാങ്ങി ആശീർവാദ് സിനിമാസ് റിനോവേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഫിലിം കാണാനായിട്ട് വരുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറൊക്കെ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല പാർക്കിങ്ങും ഉണ്ട്. അവിടെ വന്ന് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഞാൻ പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ ഒരു വിധത്തിലും ലൈറ്റും ക്യാമറയും ഒന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല. ഇത് കിട്ടിയ പോലെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ വാങ്ങി തന്നതാണ് കേട്ടോ. അവളാണ് എപ്പോഴും ഈ മോഡേൺ രീതിയിലേക്കൊക്കെ മാറ്റാൻ ശ്രമിക്കാറ്. ഓവർ സൈസ്ഡ് ടീഷർട്ട് ഇടണമെന്നും ബാഗി പാൻസൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി വാങ്ങി തന്നതാണ് കേട്ടോ. അങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഇന്നത്തെ സൺഡേ ഇവിടെ തീരുന്നു. ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.